അപ്പോൾ ഏഴാമത്തെ റമദാൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇന്നെല്ലാം നാടൻ ഐറ്റംസ് ആണ് കേട്ടോ. ചോറും ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ കറിയും തോരനും ഒക്കെ കൂടി ആയിട്ടൊരു നാടൻ വിഭവമാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഉമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്ന് സ്നാക്കിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് പോളയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാണാൻ ഏകദേശം ഒരു ലുക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ഷവർമ പോളയുടെ ഒക്കെയാണ്, പക്ഷേ ടേസ്റ്റ് അതിൽ നല്ല ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് മയണൈസ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ മോനിക്ക് ഭയങ്കര പരാതിയാണ് മയണൈസ് വെച്ചിട്ട് സ്നാക്ക് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേ ഉമ്മ ചെമ്മീൻ തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട്. കുറച്ച് ചാറുകറി പോലെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഓൾറെഡി 3-4 പീസ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതേ മസാലയിലേക്ക് തന്നെ കുറച്ച് ക്യാബേജ്, സവാള, അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ട്. ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എല്ലാം കുറച്ച് കുറച്ച് മതി, ഒരു അര കൈപ്പിടി അത്രേ വേണ്ടുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ചെറുതായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടാൽ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 4 കോഴിമുട്ടയിൽ ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 കപ്പ് പാൽ, കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ബ്രെഡ് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയ പാനാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കോഴിമുട്ടേൻ്റെ മയണൈസ് ഉണ്ടാക്കിയിട്ടില്ല, അതിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ മയണൈസും സ്പൈസി ആയിട്ടുള്ള ഫില്ലിങ്ങും ഒക്കെ കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. വീണ്ടും അതേപോലെ തന്നെ ഫില്ല് ചെയ്തു. പിന്നെ ബ്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മേലേറ്റ് ബാക്കിയുള്ള മുട്ടേൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് വരെ ഇതിനെ വേവിച്ചിട്ട് കടിയിലൊരു പാൻ വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ അത് അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ ചീര ഇതേ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വെന്ത് സൈഡൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്കിതിനെടുത്ത് തിരിച്ച് വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അവിടെ വേവുന്ന സമയം കൊണ്ട് ഞാനൊന്ന് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറേ ഫ്രൂട്ട്സ് ഒന്നും വെക്കുന്നില്ല, വത്തക്കയാണ് മെയിനായിട്ട് വെക്കുന്നത്. ഇത് അപ്പോഴത്തേക്ക് നമ്മുടെ സ്നാക്ക് ഇതേ അടിവശമൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്ന സമയത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന പഴംപൊരി ഇന്നും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഡെയിലി കരയാണ്ടിരിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. ആൾ ഉറങ്ങി എണീറ്റതാണ് കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് നമ്മളിപ്പോൾ ഡ്രസ്സ് ഒന്നും ഇട്ട് കൊടുക്കാറില്ല, ഭയങ്കര ചൂടൂരൊക്കെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതേ പഴംപൊരി ഒന്ന് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് പിന്നെ ഒരു ഷെയ്ക്ക് അടിക്കുന്നുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപഴവും ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് അടിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. അപ്പോൾ അതേ അതും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പോളയൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഷവർമ പോള പോലെയല്ല, ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നല്ല രസമാണ് കഴിക്കാൻ, കുറച്ച് സ്പൈസിയൊക്കെ ആയതുകൊണ്ട് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മളിത് നോമ്പറക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്ന് സ്നാക്ക്, അതുപോലെ തന്നെ എന്തായിരുന്നു ജ്യൂസ് എന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല കിടിലൻ ഇഫ്താർ വ്ളോഗായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ വീണ്ടും കാണാം. ബൈ.